മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനീ പ്രബോധനം തൻ്റെ കാലശേഷം ഏൽപ്പിക്കപ്പെട്ട ഒരു വിഭാഗമാണ് ഉലമാക്കൾ. സൂറത്തു സുമറിൻ്റെ 9-ാമത്തെ ആയത്തിൽ ഒരു ചോദ്യമുണ്ട്. ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ എന്നതാണ് ആ ചോദ്യം. പ്രത്യക്ഷത്തിൽ നോക്കിയാൽ അത് ഒരു ചോദ്യമാണെന്ന് തോന്നും, പക്ഷെ അതിൽ 3 ചോദ്യമുണ്ട്. ഖുൽ നബിയെ താങ്കൾ ചോദിക്കുക, ഹൽ യസ്തവി അല്ലദീന യഅലമൂൻ, വിവരമുള്ള എല്ലാവരും ഒരേ മാതിരിയാണോ എന്നാണ് ആദ്യത്തെ ചോദ്യം. വല്ലദീന ലാ യഅലമൂൻ എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്ത എല്ലാവരും ഒരേ മാതിരിയാണോ എന്നാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യമാണ് വിവരമുള്ളവരും വിവരമില്ലാത്തവരും ഒരേ മാതിരിയാണോ എന്ന ചോദ്യം. അങ്ങനെ 3 ചോദ്യം അതിലുണ്ട്. ആ ആയത്ത് തുടങ്ങുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെയും ആഖിറത്തിനെയും ഒക്കെ ആലോചിക്കുന്ന, ചിന്തിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടും ആ ആയത്ത് അവസാനിക്കുന്നത് ഉലുൽ അൽബാബ് എന്ന ബുദ്ധിയുള്ള ആൾക്കാരെ പറ്റി പറഞ്ഞുകൊണ്ടുമാണ്. വിവരമുള്ള എല്ലാ മനുഷ്യന്മാരും ഒരേമാതിരിയല്ല എന്നുള്ളിടത്തുനിന്ന് തുടങ്ങുമ്പോൾ ശരിക്കും ആലിം എന്ന് പറഞ്ഞാൽ അതൊരു സാങ്കേതികമായ പ്രയോഗമാണെന്നാണ്. എല്ലാ വിവരമുള്ള ആൾക്കാർക്കും ആലിം എന്ന് പറയില്ല എന്നാണ്. ഇപ്പൊ ഡ്രൈവിംഗ് ഒരു വിവരം തന്നെയാണ്, പക്ഷെ ഡ്രൈവിംഗ് അറിയുന്ന ആളെ ആലിം എന്ന് പറയില്ലല്ലോ. കൃഷി എന്ന് പറയുന്നത് ഒരു വിവരമാണ്, കർഷകനെ ആലിം എന്ന് പറയില്ല. മൈക്ക നന്നാക്കല് ഒരു ഇൽമാണ്, മൈക്ക നന്നാക്കുന്ന ആളെ ആലിം എന്ന് പറയില്ല. ഈ പ്രസംഗം റെക്കോർഡ് ചെയ്യൽ ഒരു ഇൽമ തന്നെയാണ്, പക്ഷെ അത് റെക്കോർഡ് ചെയ്യുന്ന ആളെ അതുകൊണ്ട് ആലിം എന്ന് പറയില്ല. ആലിം എന്ന് പറയണമെങ്കിൽ വേറെ കാരണം ഉണ്ടായിരിക്കണം. അപ്പൊ ആലിം എന്ന് പറഞ്ഞത് ഒരു സാങ്കേതികമായ പ്രയോഗമാണ്. ഇൽമ് അതിൻ്റെ അസ്ലിലേക്ക് ചേരുക എന്നുള്ളത് വലിയ മഹത്വമുള്ളതാണ് എന്നാണ്. അതായത് ബിസിനസ്സുകാരൻ്റെ മകൻ ബിസിനസ്സുകാരനായാൽ അതിന് 10 മാറ്റുണ്ടാവും. ഹാഫിദിൻ്റെ മകൻ ഹാഫിദായാൽ അതിന് മാറ്റ് കൂടുതലുണ്ടാവും. ആലിമിൻ്റെ മകൻ ആലിമായാൽ അതിന് പവിത്രത വളരെ കൂടുതലുണ്ടായിരിക്കും. അതിനാണ് ഇൽമ് അതിൻ്റെ അഹ്ലിലേക്ക് ചേർക്കുക, ഇൽമ് അതിൻ്റെ അസ്ലിലേക്ക് ചേരുക എന്നെല്ലാം പറയുന്നത്.